ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളായി യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ഈശോയുടെ ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള അവിടുത്തെ പ്രബോധനങ്ങളാണ് നമ്മൾ ശ്രവിച്ചു കൊണ്ടിരുന്നത്. 2 ആഴ്ച മുൻപ് നാം കണ്ടു, ഈശോ 5 അപ്പം കൊണ്ട് 5000-ഓളം വരുന്ന ഒരു ജനതതിയെ തൃപ്തിപ്പെടുത്തിയതും, തുടർന്ന് കഴിഞ്ഞ ആഴ്ചയിൽ ഈശോയും അവിടുത്തെ ശ്രവിച്ച ആ അത്ഭുതം കണ്ടതുമായ യഹൂദരും തമ്മിലുള്ള സംഭാഷണവുമാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടത്. അപ്പോൾ യേശു സ്വർഗത്തിൽ നിന്നിറങ്ങിയ മന്നയെക്കുറിച്ച് പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ നീ മിശിഹായാണെങ്കിൽ ആ മന്ന എന്നും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അവർ ഈശോയോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ ആ ആവശ്യത്തിന് ഒരു ഉത്തരമെന്നോണമാണ് ഈശോ തൻ്റെ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ ആരംഭിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഞാനാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ പുതിയ മന്ന എന്ന അവിടുത്തെ പ്രബോധനത്തിലേക്ക് അവിടുന്ന് പ്രവേശിക്കുകയാണ്, നമ്മളെ അവിടുന്ന് നയിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എവങ്കേലിയം ക്രിസ്തിയിലേക്ക് സ്വാഗതം. എന്താണ് ഈ പുതിയ മന്ന? എന്താണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ഈ പുതിയ അപ്പം? അതെന്താണെന്നാണ് ഈശോ പറയുക. ഇവിടെ ഈശോ തന്നെക്കുറിച്ച് തന്നെയുള്ള 2 ദൈവീക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടാണ് ഈശോ ഈ സ്വർഗത്തിൽ നിന്നിറങ്ങിയ മന്ന എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത്. ഈശോയെക്കുറിച്ചുള്ള 1-ാമത്തെ ദൈവിക രഹസ്യം ഇതാണ്: തൻ്റെ ദൈവീകതയെക്കുറിച്ച് തന്നെയുള്ള രഹസ്യം. അതായത് ഈശോയുടെ ദൈവത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ഉത്ഭവം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് എന്നുള്ള ഒരു സ്വയം വെളിപ്പെടുത്തൽ, തൻ്റെ ദൈവീകതയുടെ വെളിപ്പെടുത്തൽ അവിടുന്ന് നടത്തുകയാണ്. താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. എങ്ങനെയാണോ സ്വർഗത്തിൽ പഴയ നിയമത്തിൽ മന്ന ഇറങ്ങി വന്നത്, അതുപോലെ പുതിയ നിയമത്തിലെ മന്നയായ, പുതിയ നിയമത്തിലെ ജീവൻ നൽകുന്ന അപ്പമായ ഞാനും സ്വർഗത്തിൽ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അതായത് ഈശോ ദൈവമാകുന്നു, ഈശോയുടെ ദൈവികത. അതാണ് ഇവിടെ ഈശോ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന 1-ാമത്തെ തൻ്റെ ദൈവിക രഹസ്യം. 2-ാമത്തേത്, ദിവ്യകാരുണ്യം എന്ന ഈശോയുടെ കൂദാശയുടെ ദൈവിക രഹസ്യം വെളിപ്പെടുത്തുകയാണ് അവിടുന്ന്. ഞാൻ നൽകുന്ന അപ്പത്തിലും വീഞ്ഞിലും ഞാൻ എൻ്റെ തന്നെ ശരീരവും രക്തവുമാണ് നിങ്ങൾക്കായി നൽകുന്നത് എന്നുള്ള ദിവ്യകാരുണ്യത്തിൻ്റെ പരമമായ ദൈവിക രഹസ്യത്തിൻ്റെ കൂടൽ വെളിപ്പെടുത്തലാണ് ഇവിടെ നടത്തുക. അപ്പോൾ ഈശോയുടെ ദിവ്യകാരുണ്യ പ്രബോധനത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു ഭാഗമാണിത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈശോയുടെ വാക്കുകൾ നാം കാണുകയുണ്ടായി. ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. ഇവിടെ മുതൽ ഈശോ മന്നയെക്കുറിച്ച്, അല്ലെങ്കിൽ മന്നയെ തൻ്റെ ദൈവീകതയെ പ്രകടമാക്കുവാനായിട്ട് അവിടുന്ന് ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. മന്ന സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചതുപോലെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കാണുകയുണ്ടായി എന്താണ് മന്നയെക്കുറിച്ചുള്ള യഹൂദർ വിശ്വസിച്ചിരുന്നത് എന്ന്. മന്ന എന്നാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം താൻ വിശ്രമത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, അതായത് സാബത്ത് 7-ാം ദിവസത്തിൻ്റെ മുൻപുള്ള 6-ാം ദിവസത്തിൻ്റെ എല്ലാ സൃഷ്ടികളും പൂർണ്ണമാക്കിയതിന് ശേഷം അവിടുന്ന് 10 വിശിഷ്ടമായ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നത്. അതായത് സാബത്തിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം 10 വിശിഷ്ടമായ കാര്യങ്ങൾ സൃഷ്ടിച്ചു. അതിൽ ഒന്നാണ് മന്ന എന്നാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ആ മന്ന സ്വർഗത്തിൽ
ആ ദേവാലയത്തിൽ അവിടുന്ന് ദൈവം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അവിടുന്ന് അവർക്ക് മരുഭൂമിയിൽ വെച്ച് അവർക്കത് നൽകുന്നത്. പിന്നീട് ഇപ്പോഴും സ്വർഗത്തിൽ മന്ന സൂക്ഷിച്ചിട്ടുണ്ട്. അത് ഇനി വരുന്നത് മിശിഹ ആഗതനാകുമ്പോൾ ആ മിശിഹ വീണ്ടും സ്വർഗത്തിൽ നിന്ന് മന്ന തങ്ങൾക്ക് നൽകും. ഇതായിരുന്നു യഹൂദരുടെ വിശ്വാസം. അപ്പോൾ സ്വർഗത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള മന്ന വീണ്ടും താഴേക്ക് വരുന്ന ഒരു സമയമുണ്ടാകും. ആ സമയമാണ് മെസ്സിയാനിക് ടൈം, മിശിഹായുടെ സമയം, അല്ലെങ്കിൽ മെസ്സിയാനിക് ഈറ. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പം മിശിഹായുടെ സമയം, അല്ലെങ്കിൽ മിശിഹ ആഗതനായി എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ലക്ഷണം കൂടെയാണിത്. എന്ത്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പം. അതായത് മന്ന എപ്രകാരമാണോ സ്വർഗത്തിൽ നിന്ന് വരിക, അതുപോലെ മിശിഹ വരുമ്പോൾ വീണ്ടും അപ്പം നൽകും. അതാണ് ഈശോ പറയുക, ഞാനും ജീവൻ നൽകുന്ന അപ്പം എന്ന നിലയിൽ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരുന്നതാണെന്ന് ഈശോ പറയുക. അതായത് ഞാൻ സ്വർഗത്തിൽ, അതായത് ഞാൻ ദൈവമായിരിക്കെ എൻ്റെ സ്വർഗീയതയെയും ദൈവീകതയെയും ഒക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതാണ് ആ ഒന്നാമത്തെ രഹസ്യം, ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സൂചന. അപ്പോൾ അവർ അവിടുത്തോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇവൻ എങ്ങനെയാണ് സ്വയം താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുവാനാവുക? കാരണം ഇവൻ ആ ജോസഫിൻ്റെ മകനല്ലേ, മറിയത്തിൻ്റെ മകനല്ലേ. ഇവനെ നമുക്കെല്ലാവർക്കും അറിയാം, ഇവൻ്റെ അപ്പനെയും അമ്മയെയും നമുക്കറിയാം, ഇവനെയും നമുക്കറിയാം. അവർക്കെല്ലാവർക്കും ജോസഫിനെയും ഭാര്യ മറിയത്തെയും അറിയാം, അവരുടെ മകനായ യേശുവിനെയും അറിയാമായിരുന്നു. അങ്ങനെ അവർ ഈശോയ്ക്കെതിരെ പിറുപിറുക്കുകയാണ്. പണ്ട് ജനങ്ങൾ മോശയ്ക്കെതിരായിട്ടും കർത്താവിനെതിരായിട്ടും മരുഭൂമിയിൽ വെച്ച് പിറുപിറുത്തതുപോലെ ഈശോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അക്കാര്യം ഇതാണ്. ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ പിറുപിറുപ്പൊന്നും അല്ല ഇവിടെ ആവശ്യം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ആവശ്യമുണ്ട്. അതെന്താണ്? വിശ്വാസം. ഈശോ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദിവ്യകാരുണ്യം എന്ന കൂദാശയെക്കുറിച്ച് പറയുന്നതിന് മുൻപായി ഈശോ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കുക. എന്ത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഈശോ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ഈശോയുടെ ദൈവികതയിൽ ആദ്യം നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം ഉണ്ടെങ്കിലേ ദിവ്യകാരുണ്യം എന്ന ആ മഹാരഹസ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തുടർന്ന് അവിടുന്ന് പറയുന്നു, ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഈ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. തങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചതിൻ്റെ ആ ഓർമ്മകൾ വളരെയധികം അഭിമാനത്തോടെയും വലിയ അഹങ്കാരത്തോടെയും കൊണ്ടു നടക്കുന്നവരാണ് യഹൂദർ. പിതാക്കൻ മരുഭൂമിയിൽ വെച്ച് ദൈവം നൽകിയ മന്ന ഭക്ഷിച്ചവരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ, അങ്ങനെയുള്ള പിതാക്കന്മാരുടെ സന്തതികളാണ് ഞങ്ങൾ എന്ന് അഭിമാനിച്ചിരുന്നവരായിരുന്നു, അല്ലെങ്കിൽ അഹങ്കരിച്ചിരുന്നവരായിരുന്നു യഹൂദർ. അവരോടാണ് ഈശോ പറയുക, നിങ്ങളുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും അവരെല്ലാവരും മരിച്ചുപോയി. ആ മന്ന, പണ്ട് അവർ ഭക്ഷിച്ച ആ മന്ന അവർക്ക് നിത്യജീവൻ നൽകുന്നതിന് പ്രാപ്തമായിരുന്നില്ല. അവർക്ക് നിത്യജീവൻ അല്ലെങ്കിൽ അമർത്യത നൽകിയില്ല ആ മന്ന. മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ച ആ തലമുറയിലെ ആരും തന്നെ, മോശ പോലും, ആ ആദ്യത്തെ തലമുറകളിലെ ആരും തന്നെ, കൂട്ടത്തിൽ മോശ പോലും അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കാനാൻ ദേശത്തേക്ക് പോലും പ്രവേശിച്ചില്ല. കാരണം അവർ കർത്താവിനെതിരായി, ദൈവത്തിനെതിരായി പിറുപിറുത്തു. അതുകൊണ്ടാണ് മന്ന ഭക്ഷിച്ച ആദ്യ തലമുറയിലെ ആരും തന്നെ വാഗ്ദാന ദേശം പോലും കാണുകയുണ്ടായില്ല. അവസാന തലമുറയിലെ ചിലർ മാത്രം പ്രവേശിച്ചുവെങ്കിലും അവർക്കും നിത്യജീവൻ നേടാനായില്ല. അവരുമൊക്കെ മരണമടഞ്ഞു. ഈശോ തുടരുകയാണ്, ഇതാകട്ടെ
മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം അത് ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആദ്യമായിട്ടാണ് ഈശോ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ആ അപ്പം ഭക്ഷിക്കേണ്ടതിൻ്റെ, നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നത്. പഴയ മന്നയിൽ നിന്ന് അവിടുന്ന് പുതിയ അപ്പത്തെ, അവിടുന്ന് നൽകാൻ പോകുന്ന തൻ്റെ ശരീരമാകുന്ന അപ്പത്തെ ഇങ്ങനെ വ്യത്യസ്തമാക്കുകയാണ്. പഴയ മന്ന നിങ്ങളുടെ പിതാക്കന്മാർ ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചുപോയി. പഴയ മന്ന ഒന്നിലധികം ദിവസം സൂക്ഷിച്ചു വെക്കുവാനും പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, അങ്ങനെ സൂക്ഷിച്ചു വെച്ച മന്നയെല്ലാം മോശമായിപ്പോയി. അതായത് പഴയ മന്ന നശിച്ചു പോകുന്ന ഒരു മന്നയായിരുന്നു അത്. അതായത് ആ മന്ന സ്വയം നശിച്ചു പോകുന്നതായിരുന്നു. മന്നയും നശിച്ചു പോകുന്നതായിരുന്നു, മന്ന കഴിച്ചവരും നശിച്ചു പോകുന്നതായിരുന്നു, മരിച്ചു പോകുന്നതായിരുന്നു. എന്നാൽ ഇതാ പുതിയ മന്ന, സ്വർഗത്തിൽ നിന്നിറങ്ങിയ പുതിയ മന്ന. ഇതാണ് യഥാർത്ഥ മന്ന. കാരണം അത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ദിവ്യകാരുണ്യ പ്രബോധനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണിത്. ഇവിടെ ഈശോ യാതൊരു വിധമായ പ്രതീകങ്ങളും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഈശോ പറയുമ്പോൾ യാതൊരു വിധമായ പ്രതീകങ്ങളെയോ അല്ലെങ്കിൽ ബിംബങ്ങളെയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതായത് ദിവ്യകാരുണ്യം പ്രതീകാത്മകമായിട്ടല്ല ഈശോ നടത്തുക, ദിവ്യകാരുണ്യ പ്രബോധനം നടത്തുക. ഇവിടെയാണ് പലരുമൊക്കെ വ്യതിചലിച്ചു പോയിട്ടുള്ളത്. ഈശോ ദിവ്യകാരുണ്യത്തെ തൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ്, യാഥാർത്ഥ്യമായിട്ടല്ല പറയുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള കുറേയധികം ക്രൈസ്തവരെന്ന് പറയുന്നവരുണ്ട്. ഈശോ ദിവ്യകാരുണ്യത്തെ നൽകിയിരിക്കുന്നത് തൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു സിമ്പലാണ്. ഇറ്റ് ഈസ് നോട്ട് എ റിയൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഓൺലി എ സിമ്പിൾ എന്ന് കരുതുന്നവരുണ്ട്, ഒരു പ്രതീകം എന്ന് കരുതുന്നവരുണ്ട്, അടയാളം എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. ചില കത്തോലിക്കർക്ക് പോലും ഈ തെറ്റിദ്ധാരണയുണ്ട്. ദിവ്യകാരുണ്യം എന്നാൽ ഈശോയുടെ ശരീരത്തിൻ്റെ അടയാളമാണ്, പ്രതീകമാണ്, ആ അപ്പം വെറുമൊരു പ്രതീകം മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കരുതിയിരിക്കുന്ന കത്തോലിക്കർ പോലും ഉണ്ട്. ഈശോ എന്താണ് പറയുന്നത്? അങ്ങനെയാണോ? അല്ല. നമുക്ക് നോക്കാം. ഈശോയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. അവിടുന്ന് വളരെ യാഥാർത്ഥ്യത്തോടെയാണ് സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു. ലോകത്തിൻ്റെ ജീവന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ അപ്പം നൽകുന്നു എന്നല്ല ഈശോ പറയുന്നത്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം, ദാറ്റ് ഇസ് മൈ ബോഡി, എൻ്റെ ശരീരമാണ്. അപ്പോൾ ഈ അപ്പം എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമല്ല എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. നമ്മുടെ ജീവന് വേണ്ടി, നമുക്ക് ജീവനുണ്ടാകുവാൻ വേണ്ടി ഈശോ നൽകുന്ന അപ്പം അവിടുത്തെ ശരീരത്തിൻ്റെ പ്രതീകം മാത്രമാണ് എന്നാണോ ഞാൻ വിശ്വസിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കുന്ന കത്തോലിക്കർ വളരെ അധികമുണ്ട്. അതല്ല, ഈശോ വ്യക്തമായി പറയുന്നു, ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. പിന്നെ നമ്മളിത് കാണുന്നുണ്ട്. എവിടെ വെച്ചാണ് ഈശോ ഈ ശരീരം നമുക്ക് ഭക്ഷിക്കാനായിട്ട് നൽകുന്നത്? അന്ത്യത്താഴവേളയിൽ വെച്ചാണ്. അവിടുന്ന് അപ്പം എടുത്തിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എന്താ പറയുന്നത്? ഇതാ എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകം, വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാണോ? അല്ല, ഇത് എൻ്റെ ശരീരമാകുന്നു. ദിസ് ഈസ് മൈ ബോഡി. ഇതെൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമാണെന്നല്ല. ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത് തൻ്റെ യഥാർത്ഥ ശരീരം തന്നെയല്ലേ?
തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും പ്രതീകങ്ങളോ അടയാളങ്ങളോ ആണോ ഈശോ കുരിശിൽ ബലിയായി അർപ്പിച്ചത്? അല്ലെങ്കിൽ ഈശോ കുരിശിൽ ആ ബലി അർപ്പിക്കുമ്പോൾ തൻ്റെ ശരീരത്തിന് പകരമായിട്ട് വേറെ എന്തെങ്കിലും മായക്കാഴ്ചകളാണോ ഈശോ ബലിയായി അർപ്പിച്ചത്? അല്ല. എന്താണോ ഈശോ കുരിശിൽ ബലിയായി അർപ്പിച്ചത് അത് തന്നെയാണ് അവിടുന്ന് ദിവ്യകാരുണ്യമായി ആ കുരിശിൽ ബലിയായി അർപ്പിക്കപ്പെട്ട എൻ്റെ അതേ ശരീരം തന്നെ ഇതാ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ. അവിടുത്തെ ശരീരം, എൻ്റെ ശരീരം. പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശോയുടെ ദിവ്യകാരുണ്യ പ്രബോധനത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇനി വരുന്ന 2 ആഴ്ചകളിൽ കൂടി തിരുസഭ നമുക്ക് നൽകുന്നുണ്ട്. തുടർന്നുള്ള ആഴ്ചകളിലൂടെ നമ്മൾ ആ സുവിശേഷം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഈശോ ദിവ്യകാരുണ്യത്തെക്കുറിച്ച്, ഈശോയുടെ യഥാർത്ഥ പഠനം, ഈശോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കത്തോലിക്ക സഭ എന്നും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് നിരന്തരമായി തൻ്റെ മക്കളോട് സംസാരിക്കുന്നത്? കത്തോലിക്ക സഭ തൻ്റെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദിവ്യകാരുണ്യം ക്രൈസ്തവ ജീവിതത്തിൻ്റെ, അവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഫോൺസ് എത്ത് കുൾമൻ എന്നാണ്. ഫോൺസ് എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. കുൾമൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ഉത്തുംഗ ശൃംഗമായൊരു കാര്യം, ഏറ്റവും ഉന്നതമായൊരു ഭാഗം. അതായത് നമ്മുടെ ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ജീവിതത്തിൻ്റെയും ഏറ്റവും അടിസ്ഥാനമായതും ഏറ്റവും ഉന്നതവുമായ യാഥാർത്ഥ്യം അത് ദിവ്യകാരുണ്യമാണ്. അതായത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ഉത്ഭവിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉറവിടം അത് ദിവ്യകാരുണ്യമാണ്. അതേ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ലക്ഷ്യമാക്കി മുന്നേറുന്നത്. ദിവ്യകാരുണ്യം ലക്ഷ്യമാക്കി മുന്നേറുന്നത് കൂടെയാണ് ക്രൈസ്തവ ജീവിതം. ഫോൺസ് എത്ത് കുൾമൻസ്, ഏറ്റവും അടിസ്ഥാനവും ഏറ്റവും ഉന്നതവുമായ ലക്ഷ്യം. എന്തുകൊണ്ടാണ് കത്തോലിക്കർ എന്ന നിലയിൽ നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത് ദിവ്യകാരുണ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന്? ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു അത് ദിവ്യകാരുണ്യമായിരിക്കണം. നമ്മൾ അനവധി തവണ ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. ദിവ്യകാരുണ്യം എന്നത് ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. Eucharist is not a thing, it is a person. Eucharist is not something, it is someone. ഒരു വ്യക്തിയാണ്. അപ്പോൾ ദിവ്യകാരുണ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് എന്ന് നാം ഇന്നത്തെ 1-ാം വായനയിൽ, രാജാക്കന്മാരുടെ പുസ്തകം 1-ാം പുസ്തകത്തിലെ 19-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഏലിയായിക്ക് ദൈവം നൽകുന്ന അത്ഭുതകരമായ ഒരു അപ്പത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വളരെ ശക്തമായ 5 ഇൻസിഡൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ 5 വിവരണങ്ങളുണ്ട്. അതിൽ 5-ൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ 1-ാം വായനയിൽ വായിക്കുന്ന ഏലിയ പ്രവാചകന് ലഭിക്കുന്ന ആ ദൈവികമായ അപ്പത്തെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം. അപ്പോൾ ഏലിയ പ്രവാചകന് ദൈവം നൽകിയ അപ്പം ഭക്ഷിച്ചിട്ട് അദ്ദേഹം പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സഭയുടെ വേദപാരംഗതനായ ഒരു സെറാഫിക് ഡോക്ടർ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബൊനവഞ്ചോർ ഈ ഏലിയ പ്രവാചകൻ്റെ ഈ ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം വിവരിക്കുമ്പോൾ അദ്ദേഹം ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ദിവ്യകാരുണ്യം സഹായകമായി ഭവിക്കുന്നത് എന്ന് 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് അതൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഒന്നാമത്തേത്, ദിവ്യകാരുണ്യം നമുക്ക് പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം നൽകുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള ഉത്തരവാദിത്വം, ഊർജം ദിവ്യകാരുണ്യം നമുക്ക് നൽകുന്നു.
അതായത് ഏലിയായിക്ക് ആ അപ്പത്തിൻ്റെ ശക്തി കൊണ്ട് 40 രാവും 40 പകലും ഏലിയ പിന്നെ നടന്നുകൊണ്ടാണ് ദൈവത്തിൻ്റെ മലയിലേക്ക് പ്രവേശിക്കുന്നത്, തൻ്റെ വിളി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തേത്, ദിവ്യകാരുണ്യം നമ്മെ ആത്മീയ ജീവിതത്തിലെ ധ്യാനാത്മകതയിലേക്ക്, ഒരു കോൺടെംപ്ലേഷനിലേക്ക് നമ്മളെ ഉയർത്തുന്നുണ്ട്. ഏലിയ ദൈവത്തിൻ്റെ മലയായ ഹോറബിൽ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മല എന്ന ആ ഉയർന്ന സ്ഥലം, അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർന്ന അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുക. എല്ലാ വിശുദ്ധന്മാരും മിസ്റ്റിക്കുകളായിട്ടുള്ള ദാർശനികർ, മിസ്റ്റിക്കുകളായിട്ടുള്ള ആ ഒരു എഴുത്തുകാരൊക്കെ ഈ ഈ ആത്മീയതയുടെ ഉയർന്ന ഒരു തലമായിട്ട് മലമുകളിനെയാണ് എപ്പോഴും പറയുക. ഉദാഹരണത്തിന് നമ്മുടെ അമ്മ ത്രേസ്യയൊക്കെ പ്രത്യേകിച്ച് ആ ഒരു ആത്മീയ മുന്നേറ്റത്തെ, ജീവിതത്തിലുണ്ടാകുന്ന ആത്മീയ മുന്നേറ്റത്തെ കാർമല മല കയറ്റം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ഉയർന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദിവ്യകാരുണ്യം നമ്മെ ദൈവവുമായി നമ്മുടെ ആത്മീയ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ദിവ്യകാരുണ്യം നമ്മെ ദൈവിക യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പോൾ ഏലിയ പ്രവാചകൻ ആ അപ്പം ഭക്ഷിച്ചതിന് ശേഷമാണ് ദൈവത്തെ കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും. ദൈവത്തിന് തന്നെ കൊണ്ട് ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായിട്ട് പ്രവർത്തിക്കേണ്ടവനാണ് എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരുന്നതും അതിനുവേണ്ടി തയ്യാറാവുന്നതും. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്നുണ്ട്. ദൈവികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നാലാമത്തേത്, ദിവ്യകാരുണ്യം നമ്മിൽ ലൗകികമായതിനോട് ഒരു വിരക്തി ഉണ്ടാക്കുകയും അതിനോടൊരു അകൽച്ച ഉണ്ടാക്കുകയും ദൈവികമായതിനോട് ഒരു അടുപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരുക്കത്തോട് ഭക്തിയോടും കൂടെയൊക്കെ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ നമുക്ക് നിത്യമായതിനോട്, ഇറ്റേണലായതിനോട് അല്ലെങ്കിൽ നിത്യതയോട് നമുക്ക് ഒരു ആവേശമുണ്ടാവുകയും ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ബനലായിട്ടുള്ള കാര്യങ്ങൾ, അതിനോടൊക്കെ നമ്മൾ ഒരു വിരക്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തോട്, ആത്മാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആകുന്നു. അത് നമുക്ക് ദിവ്യകാരുണ്യം നൽകുന്ന ഒരു വലിയ സഹായമാണ്. അവിടെ ഏലിയയുടെ ഉദാഹരണത്തിൽ നമ്മൾ എന്താണ് കാണുക? ഈ അപ്പമൊക്കെ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏലിയ അവിടെ ഗുഹയിലിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, ഏലിയ നീ എന്താണ് ചെയ്യുന്നത്? ഏലിയ പറയുന്നത്, ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇതാണ് നിത്യതയെക്കുറിച്ച്, ദൈവികതയെക്കുറിച്ചുള്ള ഒരു തീക്ഷ്ണത നമ്മിലുണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും ലക്ഷ്യവുമാണ്. ദിവ്യകാരുണ്യം ഒരു വസ്തുവല്ല, വ്യക്തിയാണ്. യേശു എന്ന വ്യക്തി, അവിടുത്തെ ശരീരം. ഏവർക്കും അനുഗ്രഹപ്രദമായ നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദി.